പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നല്ലേ കേട്ടിട്ടുള്ളത്. ഈ ശ്രുതി എന്ന് പറയുന്നത് പെരുങ്കള്ളി ഇതേ പിടിക്കപ്പെടാൻ പോവുകയാണ്. നാളത്തെ പ്രൊമോ വീഡിയോയുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. നമ്മൾ ആ പ്രൊമോ വീഡിയോയുടെ കാര്യം പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോഴായിട്ട് നിങ്ങളിലേക്ക് എത്തുക. ഇനി എന്തായാലും താമസിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ പ്രൊമോ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ സച്ചിയുടെ വിവാഹ ആ താലിമാറ്റിൽ ആ ഒരു ചടങ്ങ് കഴിഞ്ഞിരിക്കുകയാണ്. താലിമാറ്റി കെട്ടി അങ്ങനെ നമ്മുടെ ശ്രുതി എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയത്തിന് നമ്മുടെ ആദിക്കുട്ടൻ മുറിയിൽ കിടന്നുറങ്ങുമായിരുന്നു. ആദിക്കുട്ടൻ ഉണർന്നിരിക്കുകയാണ്. ആദിക്കുട്ടൻ ഉണർന്നിട്ട് ചുറ്റും നോക്കുമ്പോഴത്തേക്ക് അമ്മൂമ്മയെ കാണുന്നില്ല. അങ്ങനെ നമ്മുടെ ആദി അങ്ങനെ താഴേക്ക് ഇറങ്ങി വരികയാണ്. ആ വരുന്ന സമയത്തിന് ഇങ്ങനെ പുള്ളിക്കാരൻ ഇങ്ങനെ ഉറക്കത്തിൽ നിന്നാണല്ലോ, അപ്പോൾ ആ ഒരു ചടവിലൊക്കെ ഇറങ്ങി വരികയാണ്. വരുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് കാണുന്നത് നമ്മുടെ ശ്രുതിയെയാണ്. ശ്രുതിയെ കാണുമ്പോൾ നമ്മുടെ ആദിക്കുട്ടന് ഭയങ്കര സന്തോഷമാവുകയാണ്. അപ്പോൾ തന്നെ ആദിക്കുട്ടൻ പെട്ടെന്ന് വെപ്രാളപ്പെട്ട് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ആൻറ്റി എന്ന് വിളിക്കുകയാണ്. എന്നിട്ട് ആൻറ്റി എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി ചെല്ലുകയാണ് നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് തന്നെ എല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കുകയാണ്. ഇതെന്താ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സച്ചി ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ നോക്കുകയാണ്. സച്ചി ഒന്നാമത് നമ്മുടെ ശ്രുതിയെ ഫ്രോഡെന്നാണ് പറയുന്നത്. അപ്പോൾ അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ രേവതി ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ്. ഇതെന്തോന്ന് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അച്ചമ്മയും അതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്രനും എല്ലാവരും അന്തം വിട്ട് നോക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ചന്ദ്രമതി വരെ അത്ഭുതപ്പെട്ടു പോയിരിക്കുകയാണ്. ഇത് എന്താ നടക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. കാരണം ചന്ദ്രമതിക്കാണെങ്കിൽ രേവതിയുടെ കൂടെ വന്നതുകൊണ്ട് തന്നെ ആ അമ്മയെ ഒട്ടും പിടിക്കുന്നില്ല. കാരണം ചന്ദ്രമതി തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്, കുറച്ച് കാശും കോടികൾ കയ്യിലും ഇല്ല, സൗന്ദര്യവും ഇല്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം മനുഷ്യരെ, അങ്ങനെയുള്ളവരെയൊന്നും ഞാൻ മനുഷ്യരായിട്ട് കൂട്ടില്ല എന്ന് തന്നെ പറഞ്ഞ കക്ഷിയാണ് നമ്മുടെ ചന്ദ്രമതി. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ ചന്ദ്രമതിക്കാണെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അന്തം വിട്ട് കുന്തം വിഴിഞ്ഞണക്ക് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ആണ് നമ്മുടെ ഭാമയും. രേവതിയാണെങ്കിൽ ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. ആൻറ്റി എന്നൊക്കെ വിളിച്ചപ്പോഴത്തേക്ക് എന്താ, അതേസമയം സച്ചിയുടെയും നമ്മുടെ രേവതിയുടെ അടുത്തും ഒരിക്കൽ ആദ്യകുട്ടം പറയുകയുണ്ടായി. ബസ്സിൽ വെച്ച് ഇവർ ഒരുമിച്ച് യാത്ര ചെയ്ത സമയത്ത് നമ്മുടെ ആദ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഒരു ആൻറ്റി ഉണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ ആൻറ്റിയാണ് നോക്കുന്നത്, ആൻറ്റിയുടെ ഫോട്ടോ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മൊബൈൽ എടുക്കുമ്പോഴത്തേക്ക് മൊബൈലിൻ്റെ ബാറ്ററി ചാർജ് തീർന്നിട്ട് അതങ്ങ് ഓഫായി പോവുകയാണ്. അങ്ങനെ ഫോട്ടോ കാണിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ രേവതിയൊക്കെ കരുതിയിട്ടുണ്ടാവുന്നത് ആ ആൻറ്റിയാണോ നമ്മുടെ ശ്രുതി എന്നുള്ള രീതിയിലാണ്. ഇങ്ങനെ അതുമാത്രമല്ല, അങ്ങനെ നമ്മുടെ അതിലേക്ക് വരാം. അങ്ങനെ നമ്മുടെ ആദ്യക്കുട്ട ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് നേരെ നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ആ ശ്രുതിയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ചോദിക്കുന്നത്, ആൻറ്റി എപ്പോഴാണ് എത്തിയത്, ആൻറ്റി എപ്പോഴാണ് വന്നത് എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്തിന് എല്ലാവരുടെയും കണ്ണുകൾ ഒരാളിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതോടുകൂടി പ്രൊമോ വീഡിയോ അവസാനിക്കുകയാണ്. എന്തായാലും നാളെ അറിയാം എന്തൊക്കെ സംഭവിക്കുമെന്നറിയാം. ഒരുപക്ഷെ വിവാഹം മുടങ്ങിപ്പോകുമോ, ഇനി മുടങ്ങാതിരിക്കുമോ, എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നൊക്കെ നമുക്ക് നാളെ തന്നെ മനസ്സിലാക്കാം. ഇനി ഒരുപക്ഷെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം നമ്മുടെ ശ്രുതിയെ വിവാഹം കഴിക്കാൻ തയ്യാറാവുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ നാളത്തെ എപ്പിസോഡ് വരെ കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തേക്കണം. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടും ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്.